റോഡുകൾ കൂടെ പണിയേണ്ടത് ആവശ്യമാണ്. എത്ര നന്നായി പണിഞ്ഞാലും റോഡ് പൊട്ടിപ്പൊളിയും. കാരണം ലോകത്തിൽ എങ്ങുമില്ലാത്ത മഴയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രളയക്കെടുതികൾ, വെള്ളപ്പൊക്കങ്ങൾ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് റോഡ് എത്ര നന്നായി പണിഞ്ഞാലും അത് പൊളിഞ്ഞു പോകില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ലോകത്തിലെങ്ങും പെയ്യാത്ത മഴയാണ് നമ്മുടെ നാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ചക്രവാത ചുഴി, മേഘസ്ഫോടനം അതിൻ്റെ മകിട ഉദാഹരണങ്ങളാണ്. ആ സമയത്ത് പെയ്യുന്ന മഴയ്ക്ക് കൈയും കണക്കുമില്ല. മഴ എങ്ങനെയൊക്കെയാണ് പെയ്യുന്നതെന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. സമയം തെറ്റിയിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ കാലവർഷമൊന്നുമില്ല. മേഘസ്ഫോടനം എപ്പോൾ വന്നാലും ഉടനെ മഴയാണ്. ചക്രവാത ചുഴി എപ്പോൾ വന്നാലും ഉടനെ മഴയാണ്. ന്യൂനമർദ്ദം എപ്പോൾ വന്നാലും ഉടനെ മഴയാണ്. ആ മഴ എന്ന് പറയുന്നത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന മഴയാണ്. 50 ദിവസം പെയ്യാനുള്ള മഴയാണ് ഒരുമിച്ച് പെയ്യുന്നത്. അതാണ് ഈ മഴ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന റോഡുകൾ പണിയാന്ന് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള സാങ്കേതികതയൊന്നും നമ്മുടെ നാട്ടിലില്ല. റോഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ കുണ്ടും കുഴിയില്ലാതെ അത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ കാണുന്നത് റോഡിൽ വന്നിരിക്കുന്ന ഒരു കുഴി, അത് കോൺക്രീറ്റ് ഇടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒരു പണിക്കാരൻ നിന്നിട്ട് അത് കോൺക്രീറ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് അത് നികത്തി ഇങ്ങനെ വെച്ചു. കോൺക്രീറ്റ് ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ അനുവദിക്കണം. അത് 5 മിനിറ്റിനുള്ളിൽ ഒന്നും ഉണങ്ങത്തില്ല. അത് കട്ടി പിടിക്കത്തുമില്ല. അത് കുറഞ്ഞ പക്ഷം ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാത്രമേ അത് ഉണങ്ങുകയുള്ളൂ. അപ്പോൾ കോൺക്രീറ്റ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും മറ വയ്ക്കുകയോ എന്തെങ്കിലും ബാരിയേഴ്സ് വയ്ക്കുകയോ ചെയ്യണം. അതൊന്നും ചെയ്യാതെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കുഴി അടച്ച് അവരങ്ങ് പോയി. അല്പം നേരത്തിനുള്ളിൽ ഒരു ബസ് നല്ല സ്പീഡിൽ വന്ന് ആ കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങി അങ്ങ് പോയി. അങ്ങനെ ആ കോൺക്രീറ്റ് 4 ഭാഗത്ത് ചിന്നിച്ചെതറിപ്പോയി. ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ട് എന്താ കാര്യം? നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് എന്താ കാര്യം? അത് സർക്കാരിൻ്റെ അനാസ്ഥയും ജനങ്ങളോടുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇവിടെ കാണുന്നത്. തട്ടിക്കൂട്ട് പണിയാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വെറും തട്ടിക്കൂട്ട് പണിയാണ്. ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ട് എന്താണ് കാര്യം? കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇത്രയും സമയത്തിനുള്ളിൽ മാത്രമേ ഉണങ്ങുകയുള്ളൂ. അത് ഉണങ്ങിയാൽ മാത്രമേ അത് കട്ട പിടിക്കുകയുള്ളൂ. കോൺക്രീറ്റ് ഇടുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനെ തട്ടിക്കൂട്ടി കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ റോഡിനൊരിക്കലും ബലം വരില്ല, കുഴി ഒരിക്കലും അടഞ്ഞു പോവുകയുമില്ല.